ചില പ്രത്യേക സാഹചര്യങ്ങളാൽ ഞങ്ങളുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ഞങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. തികച്ചും നോർമലായിട്ടുള്ളൊരു ദിവസമായിരുന്നു അത്. പക്ഷെ ദൈവം അന്ന് ഞങ്ങൾക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് ഒരുക്കിയിരുന്നു. അതാണ് ഞങ്ങളുടെ ലുക്ക് ബേബി. നവംബർ 21 ഞങ്ങളുടെ വെഡ്ഡിങ് ഡേയും നവംബർ 27 ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ വർഷം ഞങ്ങൾക്ക് വളരെയധികം സ്പെഷ്യലാണ്. ലുക്ക് ബേബിയോടൊപ്പം ഈ വർഷത്തെ വെഡ്ഡിങ് ഡേ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു, ചെറിയ രീതിയിൽ. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ഞാൻ കേക്ക് ഉണ്ടാക്കി കേട്ടോ. വൻ ഫ്ലോപ്പായി പോയി. ഒരു കിണ്ണത്തപ്പം സ്റ്റൈലായി, എന്നാലും കുഴപ്പമില്ല, കട്ട് ചെയ്ത് കഴിക്കാം നമുക്ക്. എന്നത്തെയും പോലെ ഡാനു ഡ്യൂട്ടിക്ക് പോയി. പിന്നെ ഒന്നും നോക്കിയില്ല, ലൂക്ക് ബേബിയുടെ കളിപ്പാട്ടങ്ങളും സാധനങ്ങളെല്ലാം വെച്ച് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തു. ഹോസ്റ്റലിൽ ജീവിച്ചിരുന്ന സമയം മുതലേ ഫ്രണ്ട്സിൻ്റെ ബർത്ത്ഡേക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് കൊള്ളാക്കല്ലേ, അതെൻ്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. അത് ഇവിടെയും സംഭവിച്ചു. എന്തൊക്കെയാണെങ്കിലും ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയ ഡാനു പറഞ്ഞത് ഇത് 2 കൺട്രീസിലെ മമതയ്ക്ക് ദിലീപ് കൊടുത്ത സർപ്രൈസ് പോലെ ആയിട്ടുണ്ടെന്നോ. അത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ഡയലോഗായിരുന്നു കേട്ടോ. ആ, എന്തെങ്കിലും ആവട്ടെ. വേഗം പോയി കുളിച്ച് ഡ്രസ്സ് മാറി ഞങ്ങളെല്ലാവരും പുറത്തു പോകാനായിട്ട് റെഡി ആയിട്ടോ. അതിനു മുന്നേ കേക്കൊക്കെ കട്ട് ചെയ്ത് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അയ്യോ സോറി, കേക്കല്ല കേട്ടോ, കിണ്ണത്തപ്പം. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി പുറത്തു പോയി. ഡാനു ഓൾറെഡി ഒരു റെസ്റ്റോറൻറ്റിൽ ഡിന്നർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഇംഗ്ലീഷ് സ്റ്റൈൽ ഡിന്നർ. നല്ലൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. ഏകദേശം 3 മണിക്കൂർ ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു, ഫോട്ടോസൊക്കെ എടുത്ത്. അങ്ങനെ ലുക്ക് ബേബി അതിനിടയിൽ ചെറുതായിട്ടൊന്നും അടക്കെങ്കിലും പിന്നെ അവനെ കയ്യിലൊക്കെ എടുത്ത് അവനൊക്കെ ഒന്ന് സെറ്റാക്കി. എന്താണേലും അതൊരു അടിപൊളി ഡേ ആയിരുന്നു കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. ബായ്.